സെവൻത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ 8ാമത്തെ ചാപ്റ്ററായ വണ്ടേഴ്സ് ഓഫ് സ്കൈ ആകാശവിസ്മയങ്ങൾ എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഷാഡോസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതുപോലെ ലൂണാർ എക്ലിപ്സ്, സോളാർ എക്ലിപ്സ്, ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം, അതൊക്കെ കുറച്ച് വിശദമായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു പത്രവാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഒരു പിക്ചറും കൊടുത്ത് പത്രവാർത്ത കൊടുത്തിരിക്കുന്നത്. കേരള സെലിബ്രേറ്റ്സ് സോളാർ എക്ലിപ്സ്. സൂര്യഗ്രഹണം ആഘോഷമാക്കി കേരള ജനത. തിരുവനന്തപുരം, ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഫ്ലോക്സ് ഓഫ് കനകക്കുന്ന് പാലസ് ടു ഒബ്സർവ് ദ സോളാർ എക്ലിപ്സ്. Arrangements had been made at schools in different parts of the state to witness the solar eclipse. തിരുവനന്തപുരം, സൂര്യഗ്രഹണ കാഴ്ച കാണാൻ നൂറുകണക്കിന് ആളുകൾ കനകക്കുന്ന് കൊട്ടാരത്തിലെത്തി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും സൂര്യഗ്രഹണം കാണാൻ സംവിധാനമൊരുക്കിയിരുന്നു. എന്താണ് സൂര്യഗ്രഹണം? അത് നമ്മൾ കൂടുതൽ അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. നോക്ക്, ഹാവിൻ യു റീഡ് അബൌട്ട് സോളാർ എക്ലിപ്സ്, എ സെലസ്റ്റിയൽ വണ്ടർ? ഹാവ് യു എവർ സീൻ എ സോളാർ ഓർ ലൂണാർ എക്ലിപ്സ്? സൂര്യഗ്രഹണം എന്ന ആകാശവിസ്മയത്തെക്കുറിച്ചുള്ള വാർത്ത വായിച്ചില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ നിരീക്ഷിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഗ്രഹണം സംഭവിക്കുന്നത്? അത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഇത്തരം കാഴ്ചകളെ കുറിച്ച് അറിയാൻ ആദ്യം നിഴലുകളെ കുറിച്ച് ചില വസ്തുതകൾ മനസ്സിലാക്കണം. അപ്പൊ എന്താണ് ഈ സൂര്യഗ്രഹണം, എന്താണ് ചന്ദ്രഗ്രഹണം എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് നമ്മൾ നിഴൽ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. നോക്കാം. ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നുണ്ടോ? ഒരു ട്രീയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഷാഡോ കണ്ടോ എങ്ങോട്ടാണ് എന്നുള്ളത്. യു മൈറ്റ് ഹാവ് സീൻ യുവർ ഓൺ ഷാഡോ. ഹൗ ഈസ് ഇറ്റ് ഫോംഡ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഷാഡോ? നിങ്ങളുടെ സ്വന്തം നിഴൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. നിഴൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കൂ, ഒബ്സർവ് ദ പിക്ചർ. ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ ഷാഡോ ഓഫ് ദ ട്രീ ബി സീൻ ഇൻ ദ മോർണിംഗ്? മരത്തിന്റെ നിഴൽ രാവിലെ ഏത് ദിശയിലായിരിക്കും കാണുന്നത്? ഏത് ദിശയിലായിരിക്കും? സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? കിഴക്ക്. അപ്പൊ ഷാഡോ എന്ന് പറയുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ എവിടെയായിരിക്കും? വെസ്റ്റ് ആയിരിക്കും. ഷാഡോ ടുവേഴ്സ് വെസ്റ്റ് ആയിരിക്കും. എവിടെയായിരിക്കും? പടിഞ്ഞാറായിരിക്കും മരത്തിന്റെ നിഴൽ രാവിലെ. ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ ഷാഡോ ഓഫ് ദിസ് ട്രീ ടു ബി ദ ഈവനിങ്? ഈവനിങ്ങിൽ അങ്ങനെയെങ്കിൽ എവിടെയായിരിക്കും? സൂര്യൻ അസ്തമിക്കുന്നത് വെസ്റ്റിലാണ്. അപ്പൊ ഷാഡോ എവിടെയായിരിക്കും? ഈസ്റ്റിലായിരിക്കും. ഓക്കെ, എവിടെയായിരിക്കും? മരത്തിന്റെ നിഴൽ വൈകുന്നേരം ഏത് ദിശയിലായിരിക്കും? വൈകുന്നേരം കിഴക്ക് ദിശയിലായിരിക്കും. അടുത്ത, വാട്ട് ചേഞ്ച് ക്യാൻ യു സീ ഇൻ ദ അറ്റ് നൂൺ? നൂൺ ഉച്ചയാവുമ്പോഴത്തേക്ക് എവിടെയായിരിക്കും? അത് നേരെ ആയിരിക്കും. ഓക്കെ, നമുക്കിതാ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കാം നമുക്ക് ഷാഡോസ് എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഈ ഒരു പിക്ചർ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം. സൂര്യൻ ഈസ്റ്റിലാവുമ്പോഴത്തേക്ക് അതിന്റെ ഷാഡോ വെസ്റ്റിലായിരിക്കും. സൂര്യൻ നേരെ ആവുമ്പോഴത്തേക്ക് അത് നേരെ തന്നെ ആയിരിക്കും. സൂര്യൻ വെസ്റ്റിലാവുമ്പോഴത്തേക്ക് ഷാഡോ എന്ന് പറയുന്നത് ഈസ്റ്റിലായിരിക്കും. ഓക്കെ, സൂര്യൻ കിഴക്കാവുമ്പോൾ നിഴല് പടിഞ്ഞാറായിരിക്കും. സൂര്യൻ നേരെ ആവുമ്പോൾ അതിന്റെ നേരെ തന്നെ ആയിരിക്കും നിഴൽ വരുന്നത്. സൂര്യൻ പടിഞ്ഞാറാവുമ്പോഴത്തേക്ക് നിഴല് കിഴക്കായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഒന്ന് നോക്കാം. ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ the shadow of the tree be seen in the morning? The shadow will spread towards the west and the shadow is longer. ആ സമയത്ത് ഷാഡോ എന്തോന്നായിരിക്കും? നല്ല ലോങ്ങർ ആയിരിക്കും, നീളമുള്ളതായിരിക്കും. മരത്തിന്റെ നിഴൽ രാവിലെ ഏത് ദിശയിലായിരിക്കും കാണുന്നത്? മരത്തിന്റെ നിഴലിന് നീളം കൂടും. പടിഞ്ഞാറ് ദിശയിലായിരിക്കും നിഴൽ വ്യാപിക്കുക. ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ ഷാഡോ of this tree to be the evening? The shadow will spread towards the east and the shadow is longer. നിഴലിന് നീളം കൂടും. അത് എവിടെയായിരിക്കും? വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കിഴക്ക് ദിശയിലായിരിക്കും നിഴൽ വ്യാപിക്കുക. വാട്ട് ചേഞ്ച് ക്യാൻ യു സീ ഇൻ ദ നൂൺ?
ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കോ ഷാഡോ വിൽ ബി അപ്പിയർ ജസ്റ്റ് ബിലോ ദ ട്രീ ആൻഡ് ദ ഷാഡോ ഈസ് ഷോർട്ട്. നിഴലിന് നീളം കുറയും, അതെവിടെ അതിൻ്റെ ചുവട്ടിൽ തന്നെ ആയിരിക്കും നിഴൽ കാണപ്പെടുന്നത്, മരച്ചുവട്ടിൽ തന്നെ ആയിരിക്കും കാണുന്നത്. ഓക്കെ. Observe the changes in the size and the direction of the shadow of the tree in the above situation. Record it in your science diary. ഓരോ സമയത്തും മരത്തിന്റെ നിഴലിന്റെ വലിപ്പത്തിനും ദിശയ്ക്കും ഉണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കാനാണ്. ഒരു ദിവസം ഒരു മരത്തിനെ നിരീക്ഷിച്ചു നോക്കിയാൽ അതിന്റെ ഷാഡോ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. അത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ നിന്ന്. ഓക്കെ, നോക്കൂ. Draw the position of the sun by looking at the shadow shown in the picture. നിഴൽ നോക്കി ചിത്രത്തിൽ സൂര്യന്റെ സ്ഥാനം എവിടെയാണെന്ന് വരച്ചു ചേർക്കാനാണ്. Will the shape of the shadow be the same at all times? Let's do a simple experiment. ഒരു വസ്തുവിന് എപ്പോഴും ഒരേ ആകൃതിയിലുള്ള നിഴലാണോ ഉണ്ടാകുന്നത്? അല്ല, വ്യത്യാസം ഉണ്ടാവും അല്ലെ. ഒരു പരീക്ഷണം നോക്കാനാണ്. Hold a bangle as shown in the figure. Light a torch against it. Observe the shape of the shadow formed on the wall. Hold a bangles as shown in the figure 2 and 3. Repeat the process. Are the shape of all three shadows the same? Repeat the experiment using the following object given in the science kit. Pen, cricket ball, piece of glass, instrument box, plate, steel glass, football. അപ്പോൾ ഒരു വള ചിത്രം ഒന്നിൽ കാണിച്ചിരിക്കുന്നത് പോലെ പിടിച്ച് അതിന് നേരെ ടോർച്ച് പ്രകാശിപ്പിക്കാൻ ഭിത്തിയിൽ പതിക്കുന്ന നിഴലിന്റെ ആകൃതി നിരീക്ഷിക്കാനാണ്. ചിത്രം 2ലും 3ലും കാണുന്ന രീതിയിൽ വള പിടിച്ച് ടോർച്ച് പ്രകാശിപ്പിച്ച് നോക്കൂ. 3 സന്ദർഭങ്ങളിലും ഭിത്തിയിൽ പതിക്കുന്ന നിഴലുകളുടെ ആകൃതി ഒരുപോലെയാണോ? ഇതുപോലെ ശാസ്ത്ര കിറ്റിൽ നിന്ന് താഴെ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കാനാണ്. പേന, ക്രിക്കറ്റ് ബോൾ, ചില്ല്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, പ്ലേറ്റ്, സ്റ്റീൽ ഗ്ലാസ്, ഫുട്ബോൾ. ഓരോ വസ്തുവും ചുവരിന് നേരെ പല രീതിയിൽ പിടിച്ച് അവയിലേക്ക് ടോർച്ച് പ്രകാശിപ്പിക്കൂ. നിരീക്ഷണം പട്ടികയിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇപ്പൊ പെന്നെടുത്തിട്ട് ടോർച്ച് അടിച്ച് ചുമരിൽ അതിന്റെ നിഴല് നോക്കണം. പല രീതിക്ക് ചരിച്ച് തിരിച്ചുമൊക്കെ വെച്ച് ടോർച്ച് അടിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ നിഴലിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ക്രിക്കറ്റ് ബോളോ അതുപോലെ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ പീസ് ഓഫ് ഗ്ലാസ് അതുപോലെ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇൻസ്ട്രുമെന്റ് ബോക്സ്, പ്ലേറ്റ്, സ്റ്റീൽ ഗ്ലാസ്, ഫുട്ബോൾ, ഇതിലെല്ലാം ഈ പരീക്ഷണം ആവർത്തിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് കണ്ടെത്താൻ കഴിയും നോക്കാം. നമ്മളിപ്പോൾ പെന്നിലാണ് ചെയ്യുന്നതെങ്കിൽ ദ ഷേപ്പ് ചേഞ്ചസ്. പെന്നിലാണെങ്കിൽ അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും. ഇപ്പൊ ടോർച്ച് നേരെ അടിക്കുമ്പോഴത്തേക്കും ചരിച്ച് വച്ചിട്ട് അടിക്കുമ്പോഴത്തേക്കും ഒക്കെ അതിന്റെ ഷാഡോയ്ക്ക് ചേഞ്ചസ് ഉണ്ടാവാം. ഷേപ്പ് ഓഫ് ദ ഷാഡോയ്ക്ക് ചേഞ്ചസ് ഉണ്ടാവാം. ഫുട്ബോളും അതുപോലെ തന്നെ ഷേപ്പ് ഡസ് നോട്ട് ചേഞ്ച്. അതിന്റെ ഷാഡോ ചേഞ്ച് ആകുന്നില്ല. അത് പല രീതിക്കും മാറ്റി തിരിച്ചൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഫുട്ബോളോ അതേ ഷേപ്പ് തന്നെ ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് ബോളോ അതുപോലെ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ക്രിക്കറ്റ് ബോളും ഡസ് നോട്ട് ചേഞ്ച്. അതിന്റെ ഷേപ്പിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. പിന്നെ ഗ്ലാസ്സിൽ നോ ഷാഡോ ഈസ് ഫോംഡ്. എന്താണ് ഗ്ലാസ് എന്ന് പറയുന്നത്? പ്രകാശത്തെ കടത്തി വിടുന്നതാണ്. അതിൽ ഒരു ഷാഡോയും ഫോം ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സിലാണെങ്കിലോ അതുപോലെ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. മാറ്റി തിരിച്ച് ഒക്കെ വച്ചിട്ട് നമ്മൾ ഷാഡോ നോക്കുമ്പോഴത്തേക്ക് ടോർച്ച് അടിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. പ്ലേറ്റിലും അത് കണക്ക് ഷേപ്പ് ചേഞ്ചസ് ഉണ്ട്. സ്റ്റീൽ ഗ്ലാസ്സിലും ഷാഡോയിലെ ഷേപ്പ് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. എന്താണ് കാരണം? ഇവിടെ പെന്നിൽ ചേഞ്ച് ചെയ്തു, ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ചേഞ്ച് ചെയ്തു, പ്ലേറ്റിൽ വന്നപ്പോഴത്തേക്ക് അത് എനിക്ക് ഷാഡോ ചേഞ്ച് ചെയ്തു, സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെ വന്നപ്പോഴത്തേക്ക് ചേഞ്ച് ചെയ്തു. എന്നാൽ ചേഞ്ച് ചെയ്യാത്ത ഏതൊക്കെ? ഫുട്ബോളിൽ വന്നപ്പോഴത്തേക്കും ക്രിക്കറ്റിൽ വന്നപ്പോഴത്തേക്കും അതിന്റെ ഷാഡോയ്ക്ക് ഒരു ചേഞ്ചസും ഉണ്ടായില്ല. എന്താണ് കാരണം? അത് സ്പിറിക്കൽ ഷേപ്പിൽ വരുന്നതിന് ഷാഡോസിന് ചേഞ്ചസ് ഉണ്ടാവില്ല. ഇപ്പൊ ഗ്ലാസ് എന്ന് പറയുന്നത് എന്തോന്നാണ്? ഒരു ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് അതിൽ കൂടെ ലൈറ്റ് കടന്നു പോകും. അതുകൊണ്ട് അതിൽ ഷാഡോ ഫോം ചെയ്യുന്നില്ല. ബാക്കിയുള്ളതിലെല്ലാം ബാക്കിയൊക്കെ ഉള്ളത് എല്ലാം ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്. അതിലൊക്കെ ഷാഡോസ് വരുന്നുണ്ട്. സ്പിറിക്കൽ ഷേപ്പിൽ വരുന്നതിൽ മാത്രം ഷാഡോസിൽ ചേഞ്ചസ് വരുന്നില്ല.
which side of the sources of light is the shadows form? The object cast shadow. എല്ലാ ഒബ്ജക്റ്റിനും ഷാഡോ ഉണ്ടോ? എല്ലാ വസ്തുക്കൾക്കും നിഴൽ ഉണ്ടാകുന്നുണ്ടോ? നോ. ഇവിടെ ഇപ്പൊ എന്താ പറയാം? നോ പറയാം ഇല്ലേ? എല്ലാ വസ്തുക്കൾക്കും ഷാഡോ ഉണ്ടാകുന്നില്ല. ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റുകൾക്ക് ഷാഡോ ഉണ്ടാകുന്നില്ല. ഓൺ വിച്ച് സൈഡ് ഓഫ് ദ സോഴ്സസ് ഓഫ് ലൈറ്റ് ഈസ് ഷാഡോ ഫോംഡ്? നിഴൽ രൂപപ്പെടുന്നത് പ്രകാശ സ്രോതസ്സിന്റെ ഏത് വശത്താണ്? ഏത് വശത്താണ്? എതിർ ദിശയിൽ, ഓപ്പോസിറ്റ് സൈഡ്സിൽ. എവിടെയാണ്? ഓപ്പോസിറ്റ് സൈഡ്സിൽ. ഓപ്പോസിറ്റ് സൈഡ്സിലാണ്. എവിടെയാണ് ഷാഡോ ഫോം ചെയ്യുന്നത്? ഓപ്പോസിറ്റ് സൈഡിൽ, എതിർ ദിശയിലാണ് ഷാഡോ രൂപപ്പെടുന്നത്. Which are the objects that always formed shadow of the same shape? എപ്പോഴും ഒരേ ആകൃതിയിൽ നിഴൽ രൂപപ്പെടുന്നത് ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴത്തേക്കാണ്? ഏതെല്ലാം വസ്തുക്കളാണ്? ഫുട്ബോളും ക്രിക്കറ്റ് ബോളും. ഏതൊക്കെ? ഫുട്ബോളും ക്രിക്കറ്റ് ബോളും ഉപയോഗിച്ചപ്പോഴത്തേക്കാണ് ഒരേ ആകൃതി, ഷാഡോയ്ക്ക് ഒരേ ആകൃതി തന്നെ ഉണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് ഷാഡോ ആൻഡ് ലൈറ്റ് ഇതാ ഒരു ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഫ്രം ഷാഡോ. എല്ലാ അധാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട്. എല്ലാ അധാര്യ വസ്തുക്കൾക്കും, ഒപ്പാക്ക് ഒബ്ജക്റ്റിന് എല്ലാം ഷാഡോസ് ഉണ്ട്. ഷാഡോ ഫോംസ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ സോഴ്സ് ഓഫ് ലൈറ്റ്. പ്രകാശ സ്രോതസ്സിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ, എതിർ ദിശയിലായിരിക്കും എപ്പോഴും ഷാഡോ രൂപപ്പെടുന്നത്, നിഴൽ രൂപപ്പെടുന്നത്. Only spherical object always form circular shadow. ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴൽ ഉണ്ടാവുകയുള്ളൂ. സ്പെരിക്കൽ ഒബ്ജക്റ്റിന് സർക്കുലർ ഷേപ്പ് ഷാഡോ ആയിരിക്കും ഉണ്ടാകുന്നത്. മനസ്സിലായ? ആൾ ഒപ്പാക്ക് ഒബ്ജക്ട്സ് ഫ്രം ഷാഡോസ് ഫോം in the direction opposite to that of the source of light. Only spherical object always form circular shadow. നിഴലും പ്രകാശവും. എല്ലാ അധാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട്. പ്രകാശ സ്രോതസ്സിന്റെ എതിർദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത്. ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴൽ ഉണ്ടാവുകയുള്ളൂ. ഇനി ഇവിടെ ഒരു പിക്ചർ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്ന കണ്ടോ? അവരവരുടെ ആ നിഴൽ ഇങ്ങനെ വെച്ച് നിന്നപ്പോഴത്തേക്ക് അതൊരു തവളയുടെ രൂപമായിട്ട് വന്നു. നമ്മൾ തന്നെ രാത്രി സമയത്തൊക്കെ ആണെങ്കിലും നിഴൽ കയ്യിൽ പല ആകൃതികൾ ഉണ്ടാക്കി ചുമരിൽ നിഴൽ വരുത്താറില്ലേ? അതുപോലെ നിങ്ങൾ നിഴൽ വ്യത്യസ്ത രൂപങ്ങളിൽ നിഴലുകൾ ഉണ്ടാക്കി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ അടുത്ത. ഡു ആൾ ഒബ്ജക്റ്റ് കാസ്റ്റ് ഷാഡോ? നോ. ആൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഫ്രം ഷാഡോസ്. എല്ലാ അധാര്യ വസ്തുക്കൾക്ക് മാത്രമാണ് നിഴൽ സൃഷ്ടിക്കുന്നത്. ഓൺ വിച്ച് സൈഡ് ഓഫ് ദ സോഴ്സസ് ലൈറ്റ് ഈസ് ഷാഡോ ഫോംഡ്? ഷാഡോ ഫോംസ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ സോഴ്സ് ഓഫ് ലൈറ്റ്. ഓപ്പോസിറ്റ് ലൈറ്റ് സൈഡിലാണ്. നിഴൽ രൂപപ്പെടുന്നത് എവിടെയാണ്? പ്രകാശ സ്രോതസ്സിന്റെ എതിർവശത്താണ്. വിച്ച് വെയർ ദ ഒബ്ജക്ട് ദാറ്റ് ആൾവേസ് ഫോംഡ് ഷാഡോ ഓഫ് ദ സെയിം ഷേപ്പ്? ഒരേ ഷേപ്പിൽ വന്ന ഏതാണ്? ഫുട്ബോൾ ക്രിക്കറ്റ് ബോൾ. ഒൺലി സ്പെരിക്കൽ ഒബ്ജക്ട് ആൾവേസ് സർക്കുലർ ഷാഡോ. എപ്പോഴും ഒരേ ആകൃതിയിലുള്ള നിഴൽ രൂപപ്പെടുന്നത് ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണ്? ഫുട്ബോൾ ക്രിക്കറ്റ് ബോൾ. ഗോളാകൃതിയിലുള്ള വസ്തുക്കൾ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലാണ് ഉണ്ടാക്കുന്നത്. നോക്കൂ. ദ ഷാഡോ ഓഫ് ദ സെലസ്റ്റിയൽ സ്പിയേഴ്സ്. The earth, the moon and other celestial bodies are opaque objects. Do they from shadows? നമുക്കറിയാം ഭൂമിയും ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങളും അധാര്യ വസ്തുക്കളാണല്ലോ. ഇവയ്ക്ക് നിഴൽ ഉണ്ടാവും അല്ലേ? We have learned that the sun, a source of light, is very large and that the earth is relatively small in size. പ്രകാശ സ്രോതസ്സായ സൂര്യൻ വളരെ വലുതാണെന്നും ഭൂമി സൂര്യനെ അപേക്ഷിച്ച് വളരെ ചെറുതാണെന്നും നാം പഠിച്ചിട്ടുണ്ടല്ലോ. ഒബ്സർവ് ദ റേ ഡയഗ്രാം ഓഫ് ദ സൺലൈറ്റ് റീച്ചിങ് ദ എർത്ത്. സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നതിന്റെ രേഖാചിത്രം നിരീക്ഷിക്കാനാണ്. ദ എർത്ത് ഡസ് നോട്ട് അലോ സൺലൈറ്റ് ടു പാസ് ത്രൂ ഇറ്റ്, ഹെൻസ് ഷാഡോ ഈസ് ഫോംഡ് ഓൺ ദ അതർ സൈഡ്.
Observe the shadow part A in the figure in which the shadow of the earth is formed. അതായത് ഭൂമി സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തതിനാൽ മറുഭാഗത്ത് നിഴൽ ഉണ്ടാകുമല്ലോ. ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗം ചിത്രത്തിൽ എ എന്ന് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് നിരീക്ഷിക്കാനാണ്. നോക്കൂ, ദാ സൂര്യൻ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എർത്ത് ദാ കൊടുത്തിട്ടുണ്ട്. റേസ് പോകുന്നത് കണ്ട നേരെ ഭൂമിയുടെ രണ്ട് ഭാഗത്തൂടെ ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഷാഡോ ഈ ബാക്ക് സൈഡിലായിട്ടാണ് ഉണ്ടാകുന്നത്. കാര്യം ഇവിടെ വെട്ടം കിട്ടുന്നുണ്ട്, അപ്പുറ സൈഡിലെ പ്രകാശം കിട്ടുന്നില്ല. ഷാഡോ അപ്പുറ സൈഡിലാണ് ഉണ്ടാകുന്നത്. കണ്ട ഷാഡോയുടെ രൂപം കൊടുത്തിരിക്കുന്നത് കണ്ടോ? The earth, the moon and other celestial bodies are opaque objects due they form shadows. The earth, the moon do not allow sunlight to pass through it, hence shadow is formed on the other side. അപ്പോൾ എർത്ത് എന്ന് പറഞ്ഞാലും മൂൺ എന്ന് പറഞ്ഞാലും ബാക്കിയുള്ള സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറഞ്ഞാലും അതൊക്കെ എന്തോന്നാണ്, ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവ എന്തോന്നാണ്, ലൈറ്റിനെ കടത്തിവിടുന്നില്ല. അപ്പോൾ അവയ്ക്ക് എന്തുണ്ടാവും, ഷാഡോസ് ഫോം ചെയ്യും. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ഷാഡോ? എർത്ത് ഷാഡോയുടെ ഷേപ്പ് എന്തോന്നാണ്? ഇറ്റ് ലുക്സ് ലൈക്ക് എ കോൺ ഐസ്ക്രീം കപ്പ്. കണ്ടില്ലേ, ഒരു കോൺ ഐസ്ക്രീം കപ്പ് പോലെയല്ലേ ഇരിക്കുന്നത്. ഇങ്ങനെ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് നോക്കുവാണെങ്കിൽ ഇതൊരു കോൺ ഐസ്ക്രീം പോലെയല്ലേ കാണുന്നത്, അല്ലേ? You have understood about the earth shadow. എർത്ത് ഷാഡോയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? Being an opaque object, the earth forms its shadow. എർത്ത് എന്ന് പറയുന്നത് ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ ഷാഡോ ഫോം ചെയ്യുന്നു. ഭൂമി ഒരു അതാര്യ വസ്തു ആയതിനാൽ നിഴൽ രൂപപ്പെടുന്നു. രണ്ടാമത് എന്താ പറയാം? ദ ഷാഡോ ഓഫ് ദ എർത്ത് ഈസ് ആൾവേസ് ഫോംഡ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ സൺ. സൂര്യന് എതിർദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത്. അടുത്തെന്താണ്? ദ എർത്ത് ഷാഡോ ഗ്രാജുവലി ഡിമിനിഷസ് ആൻഡ് ഫൈനലി ഡിസപ്പിയേഴ്സ് ആസ് ഇറ്റ് മൂവ്സ് എവേ. അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ചെറുതായി ഇല്ലാതാകുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. ലുക്ക് അറ്റ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ഷാഡോ. ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക് എ കോൺ ഐസ്ക്രീം കപ്പ്? കോൺ ഐസ്ക്രീം കപ്പിനെ പോലെയല്ലേ ഇരിക്കുന്നത്. വാട്ട് ആർ ദ ഫാക്ട്സ് യു ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് ദ എർത്ത് ഷാഡോ? എർത്ത് ഷാഡോയെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്? ബീങ് ആൻ ഒപ്പാക്ക് ഒബ്ജക്റ്റ്, ദ എർത്ത് ഫോംസ് ഇറ്റ് ഷാഡോ. The shadow of the earth is always formed in the direction opposite to the sun. The earth shadow gradually diminishes and finally disappears as it moves always. Okay. ഭൂമിയുടെ നിഴലുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ്? ഭൂമി ഒരു അതാര്യ വസ്തു ആയതിനാൽ നിഴൽ രൂപപ്പെടുന്നു. സൂര്യൻ എതിർദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത്. അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ചെറുതായി ഇല്ലാതാകുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, ഷാഡോ, എർത്തിന്റെ ഷാഡോയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. യു ഹാവ് നോ അണ്ടർസ്റ്റാൻഡ് ദ ഷേപ്പ് ഓഫ് ദ ഷാഡോ ഓഫ് ദ എർത്ത്. ഗസ് വെദർ ഇറ്റ് വിൽ ബി ഡേ ഓർ നൈറ്റ് വെയർ ദ എർത്ത് ഷാഡോ ഈസ് ഫോംഡ്. റൈറ്റ് ഇൻ ഡൗൺ. ഭൂമിയുടെ നിഴലിന്റെ ആകൃതി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് പകലായിരിക്കുമോ രാത്രിയായിരിക്കുമോ? Guess whether it will be day or night where the earth shadow is formed. എന്താണ് ഭൂമിയുടെ നിഴലിന്റെ ആകൃതി എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് പകലായിരിക്കുമോ രാത്രി ആയിരിക്കുമോ? എന്തായിരിക്കും? നൈറ്റ് ആയിരിക്കും, രാത്രി ആയിരിക്കും. ഓക്കെ, അടുത്ത് നോക്കുക. ഡിസ്കസ് വിത്ത് ദ ടീച്ചർ ആൻഡ് ചെക്ക് വെദർ യുവർ ഗസ് ഇസ് കറക്റ്റ്. ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആർ ആൾ സെലസ്റ്റിയൽ ബോഡീസ് ഓഫ് ദ സെയിം സൈസ്? എല്ലാ സെലസ്റ്റിയൽ ബോഡിയും ഒരേ സൈസ് ആണോ? നോ. ദ സൈസ് ഓഫ് ദ ഷാഡോ വാരീസ് വിത്ത് ദ ചേഞ്ചസ് ഇൻ ദ സൈസ് ഓഫ് ദ സെലസ്റ്റിയൽ ബോഡി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാ ആകാശഗോളങ്ങളുടെയും വലിപ്പം ഒരുപോലെയാണോ? അല്ല, ആകാശഗോളങ്ങളുടെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് അവയുടെ നിഴലിന്റെ വലിപ്പത്തിനും വ്യത്യാസം ഉണ്ടാകുന്നു. തന്നല്ലോ, അവയുടെ നിഴലിന് ഷാഡോയ്ക്കും വ്യത്യാസം, ചേഞ്ചസ് ഉണ്ടാകുന്നു. ഇൻ ദ മൂൺ ആൾസോ കാസ്റ്റ് എ ഷാഡോ ലൈക്ക് ദിസ്. ചന്ദ്രന് ഇതുപോലെ നിഴൽ ഉണ്ടാവില്ലേ? ഉണ്ടാകും അല്ലേ? ചന്ദ്രൻ എന്ന് പറയുന്നതും ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അവിടെ നിഴൽ ഉണ്ടാവും. ഇൻ എ സെലസ്റ്റിയൽ സ്പിയർ ഇറ്റ് ഈസ് ഡേ വെയർ ദ ലൈറ്റ് ഫാൾസ് ഓൺ
falls and night where the shadow is formed. അതായത് ഒരു ആകാശഗോളത്തിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും നിഴൽ ഉണ്ടാകുന്ന ഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. കണ്ടല്ലോ, ഇവിടെ കുറെ സെലസ്റ്റിയൽ ബോഡീസ് കൊടുത്തിട്ടുണ്ട്. ഇത് മൂണിന്റെ ഒക്കെ ഷാഡോസ് ഈ സൈഡിൽ ഇപ്പുറം സൈഡിലായിട്ട് ഷാഡോസ് വരുന്നുണ്ട്. അതിന് എല്ലാത്തിനും വേരിയസ് ചേഞ്ചസ് ഉണ്ട് അല്ലേ. ചിലതിൻ്റെ ഷാഡോസ് വലുത്, ചിലത് ചെറുതായിട്ടൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ സൂര്യന്റെ പ്രകാശം അടിക്കുന്ന ആ ഭാഗം എന്തോന്നായിരിക്കും? പകലും നിഴൽ പതിക്കുന്ന ഭാഗം എന്തോന്നായിരിക്കും? നൈറ്റും ആയിരിക്കും. ഓക്കെ, അടുത്തത് മൂൺ ഇൻ എർത്ത് ഷാഡോ. ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ. We know that the moon is a sphere that revolves around the earth. Among the following, which is the probable position of the moon in the shadow of the earth? അപ്പോൾ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ഗോളമാണെന്ന് നമുക്കറിയാം. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ള സ്ഥാനം താഴെ പറയുന്നതിൽ ഏതാണ്? നോക്കൂ, ദ മൂൺ comes in between the sun and the earth. ഇപ്പുറത്തോ, the earth comes in between the sun and the moon. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുന്നു, ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുന്നു. ഏതാണ് വരുന്നത്? the earth comes in between the sun and the moon. ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുന്നു. ഓക്കെ, discuss and record your answer in science diary. The figure below show the celestial sphere, the sun and the earth and the moon's orbit. B, C and D are the various positions in the path through which the moon revolves around the earth. നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ സൂര്യൻ, ഭൂമി എന്നീ ആകാശഗോളങ്ങളും ചന്ദ്രന്റെ പരിക്രമണ പാതയുമാണ് ഉള്ളത്. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം ചെയ്യുന്ന പാതയിലെ വിവിധ സ്ഥാനങ്ങളാണ് ബി, സി, ഡി എന്നിവ. കണ്ടോ, ഇതിൽ ബി, സി, ഡി കണ്ടോ, ബി, സി, ഡി എന്നിവ എന്താണത്? ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം ചെയ്യുന്ന പാതയിലെ വിവിധ സ്ഥാനങ്ങളാണ്. ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതിന്റെ ഓരോ സ്ഥലങ്ങളാണ് ആ കൊടുത്തിരിക്കുന്ന ബിയും സിയും ഡിയും. അതിലൊരു 2-3 ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അറ്റ് വിച്ച് ഓഫ് ദീസ് പൊസിഷൻ ഡസ് ദ മൂൺ എൻറ്റർ ദ എർത്ത് ഷാഡോ? ഇവയിൽ ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പ്രവേശിക്കുന്നത്? എവിടെയാണ്? ബിയിൽ എത്തുമ്പോഴത്തേക്കാണ് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിലോട്ട് പ്രവേശിക്കുന്നത്. അടുത്ത, അറ്റ് വാട്ട് പൊസിഷൻ ഡസ് ദ മൂൺ എൻറ്റർ കംപ്ലീറ്റ്ലി ഇൻ ദ എർത്ത് ഷാഡോ? ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നിഴലിൽ വരുന്നത്? സിയിലെത്തുമ്പോഴത്തേക്ക് അല്ലെ. സിയിലാവുമ്പോഴത്തേക്ക് പിന്നെ ചന്ദ്രനെ കാണാൻ പറ്റില്ല, മൊത്തത്തില് നിഴലായി മറയും. ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ നിന്ന് പൂർണ്ണമായും പുറത്തെത്തുന്ന സ്ഥാനം ഏതാണ്? ഡിയിലെത്തുമ്പോഴത്തേക്ക് ചന്ദ്രൻ പൂർണ്ണമായിട്ട് ഭൂമിയുടെ നിഴലിൽ നിന്ന് പുറത്തെത്തും. അറ്റ് വിച്ച് പോയിന്റ് ഡസ് ദ മൂൺ കംസ് ഔട്ട് ദ എർത്ത് ഷാഡോ? ഡി. ഓക്കെ, in the above picture, the part of the moon where sunlight falls is facing the earth. മുകളിലത്തെ ചിത്രത്തിൽ സൂര്യപ്രകാശം പതിയുന്ന ചന്ദ്രന്റെ ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് അല്ലേ. ഓൺ ദിസ് ഡേ ദ മൂൺ ക്യാൻ ബി സീൻ ഫ്രം ദ എർത്ത്, ബട്ട് വെൻ യു റീച്ച് പൊസിഷൻ സി യു കനോട്ട് സീ ദ മൂൺ. Why? Is it because the moon comes in shadow of the earth? എങ്ങനെയാണ്? ഈ ദിവസം ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണാൻ സാധിക്കും. മുകൾ ചിത്രത്തിൽ സൂര്യപ്രകാശം പതിയുന്ന ചന്ദ്രന്റെ ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. ഈ ദിവസം ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണാൻ നമുക്ക് സാധിക്കും. എന്നാൽ സി എന്ന സ്ഥാനത്തെത്തുമ്പോൾ ചന്ദ്രനെ കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് ആണല്ലോ അല്ലേ. അപ്പൊ എന്താണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ? ആസ് ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്, the earth sometimes come between the sun and the moon in a straight line. At this time the moon will be the shadow of the earth. This is the lunar eclipse. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ചന്ദ്രൻ ആരെ ചുറ്റുമ്പോഴത്തേക്ക്? ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോഴത്തേക്ക് ചില സമയങ്ങളിൽ ഭൂമി
സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ആരെ? ചന്ദ്രൻ. ഇതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ആസ് ദ മൂൺ റിവോൾവ്സ് റൗണ്ട് ദ എർത്ത് സംടൈംസ് കംസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. At this time, the moon will be the shadow of the earth. This is lunar eclipse. ഈ പിക്ചറിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതാ നോക്ക്, ദ എർത്ത് കംസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ. എർത്ത് സണ്ണിനും മൂണിനും ഇടയ്ക്ക് വരുന്നത്. ഇത് എന്താണ്? ലൂണാർ എക്ലിപ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ലൂണാർ എക്ലിപ്സ് എന്നുള്ളത്? എന്താണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ. ഇതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. As the moon revolves round the earth sometimes comes between the sun and the moon in a straight line. At this time, the moon will be the shadow of the earth. This is the lunar eclipse. Okay, clear ആയോ ഇത്രയും കാര്യം? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.